ന്യൂസിലാൻഡിൽ വി.എസ്. അച്യുതാനന്ദന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. നവോദയ ന്യൂസിലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഓക്ലാൻഡിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ സമരസാന്ദ്രമായ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പ്രതീകമായിരുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നവോദയ ന്യൂസിലാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂസിലാൻഡിലെ ഇടതുപക്ഷ പ്രവർത്തകർ ഓക്ലാൻഡിൽ ഒത്തുകൂടി. നവോദയ ന്യൂസിലാൻഡ് പ്രസിഡന്റ് ബിനു പുൽക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഓൺലൈനായി പങ്കെടുത്ത് തന്റെ അനുസ്മരണ സന്ദേശം നൽകി. അയാൾ ഉയർത്തിയ ചെങ്കൊടി ഉയരപ്പാർപ്പിക്കാൻ അനേക ലക്ഷം പിൻതലമുറക്കാരെ ഈ ഭൂമിയിൽ വിത്തിട്ട് പാൽ വളർത്തിയിട്ടാണ് അയാൾ മടങ്ങിയത്. കൊടുത്തി നിങ്ങൾ തിരുവൂരുകളിൽ കെടാത്ത കൈത്തിരുനാളുകൾ എന്ന കവിവാക്യം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം പുന്നപ്പ വയലാർ സമര സേനാനികളുടെ അടുത്തേക്ക് യാത്ര ചെയ്തത്. കൂടാതെ യോഗത്തിൽ ന്യൂസിലാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മത സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖരും പങ്കെടുത്തു. സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ആവേശം പകരുന്ന രാഷ്ട്രീയ ജീവിതത്തെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള മുഖ്യാതിഥികൾ തങ്ങളുടെ പ്രസംഗങ്ങളിൽ അനുസ്മരിച്ചു. ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാമൂഹിക നീതിക്കായി അദ്ദേഹം നടത്തിയ ധീരോത്തമമായ പോരാട്ടം അനേകം പേരെ പ്രചോദിപ്പിച്ചുവെന്ന് വേദിയിൽ പലരും അനുസ്മരിച്ചു. സഖാവ് വി.എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കപ്പെട്ട ഈ യോഗം ന്യൂസിലാൻഡിലെ യുവതലമുറ മലയാളികൾക്ക് സമത്വത്തെയും നീതിയെയും ജനാധിപത്യ മൂല്യത്തെയും കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടിയായി മാറിയെന്ന് നവോദയ പ്രസിഡന്റ് ബിനു പുൽക്കുന്നേൽ അഭിപ്രായപ്പെട്ടു. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളായ സത്യനിഷ്ഠയും മതേതരത്വവും ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ഇനിയും ഉയരത്തിൽ പറത്തുമെന്നുമുള്ള പ്രതിജ്ഞയോടെ അനുസ്മരണ യോഗം അവസാനിച്ചു. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.